പാരൻസ് കൺസേൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് കുട്ടികളുടെ ഭക്ഷണം എന്നുള്ളത്. അതായത് അവർ കഴിക്കുന്നതിൽ എന്തൊക്കെ കണ്ടന്റ് ഉണ്ട് എന്ന് വരെ നോക്കി കൊടുക്കുന്ന ടൈപ്പ് ഓഫ് പാരൻസ് ആണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ശരിക്കും കുട്ടികളുടെ ഭക്ഷണത്തിൽ നമ്മൾ എന്തൊക്കെ കണ്ടന്റ്സ് ആണ് ശരിക്കും ശ്രദ്ധിക്കേണ്ടത്? കുട്ടികളുടെ ഭക്ഷണത്തിനെ പറ്റിയിട്ട് പൊതുവേ പാരൻസ് ഈ പറഞ്ഞ പോലെ പുതിയ ന്യൂ ജനറേഷൻ പാരൻസ് എന്ന് പറയും, അവർ കുറ്റം പറയല്ല, പക്ഷേ അവർ ഒരുപാട് കൺസേൺ ആയി ഇൻ്റർനെറ്റിലൊക്കെ സെർച്ച് ചെയ്തിട്ട് ഓരോന്നിൻ്റെ കാലറി കണ്ടൻറ്റ്, പ്രോട്ടീൻ കണ്ടൻറ്റ്, വൈറ്റമിൻ കണ്ടൻറ്റ് ഒക്കെ നോക്കിയിട്ട് ഫുഡ് സെലക്ട് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. പക്ഷേ നമ്മുടെ പഴയ കാലത്തൊക്കെ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഫുഡ്സ്, ലോക്കലി അവൈലബിൾ ഫുഡ്സ്, അതാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത്. അന്നത്തെ കാലത്ത് ഇതൊന്നും കണക്കൂട്ടാനുള്ള വഴികളില്ല, ഗൂഗിളൊന്നും ഇല്ലാത്ത കാലത്ത് ഇതൊന്നും സെർച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അന്നത്തെ കാലത്തുള്ള ഫുഡ് ഹാബിറ്റ്സും ഇന്നത്തെ കാലത്തുള്ള ഫുഡ് ഹാബിറ്റ്സും ഒരുപാട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ ഫുഡിൻ്റെ കാര്യത്തിൽ ഒരു പ്രത്യേക പ്രശ്നമുള്ളത്, ഇപ്പോൾ നമുക്ക് ഒരുപാട് പെട്ടെന്ന് കിട്ടുന്ന ഭക്ഷണങ്ങൾ, ഫാസ്റ്റ് ഫുഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഓവർ കുക്ക്ഡ് ആയിട്ടുള്ള, ഓവർ ഫ്രൈഡ് ആയിട്ടുള്ള ഫുഡ്സ്, അങ്ങനെ കുറേ നോൺ ന്യൂട്രീഷണൽ ആയിട്ടുള്ള കൂടുതലും എൻ്റർടൈൻമെൻറ്റ് പോലെയുള്ള ഫുഡ്സാണ് ഇപ്പം കുട്ടികൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിൽ നമുക്ക് കുട്ടികൾക്ക് അങ്ങനെ ഫുൾ സ്ട്രിക്റ്റ് ആയിട്ട് ഓരോ ഇത് നോക്കുന്നതിനേക്കാളും നമ്മൾ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള ഫുഡ്, ഫാമിലി ഡയറ്റ്, ഒരു നല്ലൊരു ഹൈജീനിക്, അതുപോലെ തന്നെ ന്യൂട്രീഷ്യസ് വാല്യൂ ഒക്കെ ഉള്ള ഫുഡ്, അത് നമ്മൾ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള ഫുഡാണ് എപ്പോഴും പ്രിഫർ ചെയ്യേണ്ടത്. നമ്മുടെ നാട്ടിൽ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന വീട്ടിലെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ചോറായാലും കറിയായാലും കൂടുതൽ വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്യുക, കൂടുതൽ പ്രോട്ടീൻ കണ്ടെയ്നിങ് സാധനങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക, ചെറുപയർ, കടല, അങ്ങനെയുള്ള സാധനങ്ങൾ, നോൺ വെജ് ഫുഡ് ഇൻക്ലൂഡ് ചെയ്യുക. പക്ഷേ ആ കുക്കിങ്ങും അതുപോലെ തന്നെ കുക്കിങ്ങും ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ നല്ല രീതിയിലുള്ള കുക്കിങ്ങിൽ അത് ചെയ്യണം. അങ്ങനെ